പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന അർപ്പിക്കാനായി തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗ നിയോഗങ്ങളെയും നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെയും ഒക്കെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ലോകത്തിനും സകല ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടലുകളും അനുഗ്രഹവും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജിനരാ തീർന്നീരാ
ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവ്വേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപത്രങ്ങളോടെ രക്ഷയുടെ സന്ദേശം ലോകത്ത് നൽകുവാനും തിരുമനസ്സായാലും നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമാസഹായ ഭാരതത്തിന് അപ്പസ്തോലനും വിശ്വാസന പിതാവുമായി നൽകിയതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പുണ്യപിതാവിന്റെ തിരുനാൾ ആദരിക്കുന്ന ഞങ്ങൾ ഈ ദേവീസിന് ഭക്തിയാദരവും അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം. രാജാവിൻ കീർത്തനമെന്നും പാടിടാം. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം. രാജാവിൻ കീർത്തനമെന്നും പാടിടാം. കർത്തനെ വാഴ്ത്തിടാം, നിത്യം വാഴ്ത്തിടാം. ദാവീദിൻ പുത്രനെന്നും പാടിടാം. ഈശനെ വാഴ്ത്തിടാം, അതിബോധം പാടിടാം. ദാദാദിൻ മഹിമകളൊന്നായി പാടി പാടി വാഴ്ത്തിപ്പാടും. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം. രാജാവിൻ കീർത്തനമെന്നും പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിൽ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗനിർദ്ദിഷ്ടനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുള്ള നാളങ്ങളാരുടെയും സൃഷ്ടാവായ സർവ്വത്തിന്റെയും നാഥായ നയിക്കാം. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ
വാഴ്ത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയിൽ വീഴുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനത്തിന്റെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും പ്രാർത്ഥനയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു. സ്വരത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശ്രയം ഉപകരിക്കുന്ന സ്നേഹവും സന്തവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. എന്റെ സഹോദരരെ, മിസ്റ്റർ പൗലോസിന്റെ റോമാക്കാരുടെ ലേഖനം 7-ാം അധ്യായം 7 മുതൽ 13 വരെ തിരുവചനങ്ങൾ. സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്ന് അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന നിയമം അനുശാസിക്കുന്നെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജ്ജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധം തന്നെ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നു. ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളവരുടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപം പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപപരമായി തീരുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കണ്ണീരുമായ്ക്കും
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12, 57 മുതലുള്ള തിരുവചനങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നിന്റെ ശത്രുവിനോട് കൂടി അധികാരി അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടുന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവിടെ രക്തം കൂടി പിലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുള്ളൂ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവർക്കും ആഗതമാകുന്ന ദുഃഖാര തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നിർഭിതാവായ മാർത്തോമാസികയുടെ തീവ്രമായ വിശ്വാസം ഈ മഹാമാരിയുടെ കാലത്ത് ദൈവപരിപാലനപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രചോദനമരുളട്ടെ. കൊറോണ വൈറസിന്റെ ഭീതി നമ്മെ ഉടനെ വിട്ടകലുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ നിബന്ധനകളോടുകൂടി ജൂലൈ 1-ാം തീയതി മുതൽ നമ്മുടെ ദേവാലയങ്ങളിൽ അനുദിന ദൈവബലിയർപ്പണം ആരംഭിക്കാൻ അനുവാദം നൽകുകയാണ്. ബലിയർപ്പണത്തിലുള്ള ക്രമീകരണങ്ങൾ അതീവ ശ്രദ്ധയോടെ നടത്തേണ്ടതാണ്. പൊതുവായും പ്രാദേശികമായും സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ അതിരൂപതയിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കേണ്ടതാണ്. കാർമ്മികരും ശുശ്രൂഷകളും ഉൾപ്പെടെ പരമാവധി 25 പേർ മാത്രമേ അനുദിന ദൈവബലിയിൽ പങ്കെടുക്കാവൂ. വിവാഹത്തിനും അനുസമ്മതത്തിനും പരമാവധി 50 പേർക്കും വ്രതസംസ്കാര ശുശ്രൂഷയിൽ 20 പേർക്കും പങ്കെടുക്കാവുന്നതാണ്. മറ്റെല്ലാ തിരുക്കർമ്മങ്ങൾക്കും 25 പേർ മാത്രമേ പാടുള്ളൂ. ആരാധനാലയത്തിൽ എത്തുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. ഓരോ ദിവസവും തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ എന്നിവ ഒരു രജിസ്റ്റർ ബുക്കിൽ കൃത്യമായി എഴുതി സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകരോ പോലീസോ മറ്റ് അധികാരികളോ ആവശ്യപ്പെട്ടാൽ ഉടനെ നൽകാൻ തക്ക വിധം ഈ രജിസ്റ്റർ വികാരിച്ചിന്റെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കണം. വ്യക്തികൾ തമ്മിൽ ദേവാലയത്തിൽ 6 അടി അകലം പാലിക്കത്തക്ക വിധമായിരിക്കണം ദേവാലയത്തിലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കേണ്ടത്. 10 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും രോഗികളും ഗർഭിണികളും പൊതുപരിപാടികളൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന സർക്കാർ നിർദ്ദേശം കൃത്യമായി നമ്മുടെ ദേവാലയങ്ങൾ പാലിച്ചിരിക്കണം. തിരുക്കർമ്മങ്ങൾക്ക് മുൻപും ശേഷവും സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ കരങ്ങൾ കഴുകുകയും കഴിയുന്നത്ര അകന്നു നിന്ന് കൈകൾ നിവർത്തിപ്പിടിച്ച് ഉള്ളം കൈകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുന്നതാണ്. കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കുന്നതിനായി കുർബാനയുടെ എണ്ണത്തിൽ സമയത്തിൽ മാറ്റം വരുത്തുന്ന തടസ്സമില്ല. ഹോട്ട്സ്പോട്ട് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ നിബന്ധനകൾ കർശനമായി നമ്മൾ പാലിച്ചിരിക്കണം. ഇടവക അതിർത്തികളിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്ന് ഇടവക വികാരിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അതിരൂപത കച്ചേരിയുടെ അനുവാദത്തോടുകൂടി നിശ്ചിത ദിവസങ്ങളിലേക്ക് പള്ളി അടച്ചിടാവുന്നതാണ്. ഇടവകൾ വികാരിച്ചുമാർ അർപ്പിക്കുന്ന കുർബാനയുടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുകയാണെങ്കിൽ പള്ളിയിൽ വരാൻ സാധിക്കാത്ത ഇടവകളുടെ വിശ്വാസികൾക്ക് തങ്ങളുടെ പള്ളിയിലെ കുർബാനയിൽ തന്നെ ഓൺലൈനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ കുർബാന ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 6:30 ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 6:30 8:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. അതിരൂപത കച്ചേരിയിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇടഭാഗങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. മിശിഹായിൽ സ്നേഹപൂർവ്വം ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ
മെത്രാപ്പൊലീത്തൻ വികാരി, എറണാകുളം, അങ്കമാലി അതിരൂപത. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയമിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ആർനേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾ കൊത്തുവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധനായ അനേകം മിഷനറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിന്റെ ബലിയോട് ചേർത്ത് ഞങ്ങളുടെ ജീവിത ബലി അർപ്പിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നവർ ശക്തരാകേണ്ടതിന് അങ്ങയുടെ അരൂപി അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിലനിർത്താവുമായ മിശിഹായെ നിങ്ങൾ ആഴമായി വിശ്വസിച്ച മാർത്തവുമായി പിതാവും സ്നേഹായുമായി ഞങ്ങൾക്ക് നൽകിയതിന് നിന്റെ അനന്തകാലത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിന്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിതരും ഞങ്ങൾക്ക് നൽകണമേ. ശരദിന്റെയും നാഥായ നീക്കും ആമേൻ. ശരദിന്റെയും നാഥായ ഞങ്ങളുടെ പാപസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരാകളെ കർത്താവിന്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുറച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ആസ്വാദിക്കണമേ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലി എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ ഏറ്റുവാൻ നമ്മെ ശുദ്ധരാക്കട്ടെ. ഈ കുർബാനയുടെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിലാവുന്ന ദൈവരേശങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും ഭാവികമായ ഞങ്ങളെ കാർദ്ദൃഹത്താക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഗാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരകർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതും യുക്തവുമാം. ന്യായവുമാണതും യുക്തവുമാം. ന്യായവുമാണതും യുക്തവുമാം. ന്യായവുമാണതും യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളും സ്തുതിയും എല്ലാ നാമങ്ങളും ഉണ്ടാകുന്നതും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും സ്ഥലത്തെയും കനികൂടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് മറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയായിരിക്കണം മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതങ്ങേക്കപ്പെട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ബാബന്മാരുടെ ശാപന്മാരുടെ ചേർന്ന് നാഥനായകേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലൂടെ കൂടാതെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന ജയഗീതം പാടിടാം. ഓശാന സുരഗീതം വീട്ടിടാം. രാജാതിരാജൻ ഈശോനാഥൻ ലോകത്തിൻ രക്ഷകനാഥൻ. രാജാതിരാജൻ ഈശോനാഥൻ ലോകത്തിൻ രക്ഷകനാഥൻ. ആർപ്പുകളോടെ ആഗതനാകും വിണ്ണിന്റെ നാഥനാ ഓശാന പാടാം. കർത്താവെന്നും അവനല്ലോ. ഓശാന ജയഗീതം പാടിടാം. ഓശാന സുരഗീതം വീട്ടിടാം.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി ഞങ്ങളും അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മരനിൽക്കുന്ന ആത്മസാധനം, അങ്ങയോട് സദൃശനും അങ്ങേ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ഈശോയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീജാതനായി നിയമത്തിന് അധീനനായി ഉത്തരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപബോധനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപബോധനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൊടുക്കും, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രവൃത്തിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാരം സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ മേധാപിതാവുമായ ചോരജാലജന പിതാവിന് വേണ്ടി അതിർവദിക്കുന്ന ആന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി കർത്താവേ കൃപ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷിയുടെയും ഭക്തരുടെയും ബഹുമാനത്തിനു വേണ്ടി കർത്താവേ കൃപ സ്വീകരിക്കണമേ. ക്ലേശതരം ദുഃഖിതരം ദരിദ്രം രോഗികളും ആകുലമായ സകല മനുഷ്യർക്കും വേണ്ടി കർത്താവേ കൃപ സ്വീകരിക്കണമേ. മരിച്ചുപോയിട്ടുള്ള സകലർക്കും വേണ്ടി പ്രത്യേകമായ ദിവസങ്ങളിൽ ഓർമ്മയാചരിക്കപ്പെടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ വേർപെട്ടു പോയ സകലർക്കും വേണ്ടി ശുദ്ധീകരണ നാളുകൾ കുറച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഇടയായതിനു വേണ്ടി കർത്താവേ കൃപ സ്വീകരിക്കണമേ. കൊറോണ വൈറസ് മൂലം ക്ലേശിക്കുന്ന എല്ലാ രാജ്യത്തിലും ജനങ്ങൾക്കും വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അപകടകരമായ സാഹചര്യങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്ന സകലർക്കും വേണ്ടി രോഗത്തിനനുസൃതമായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്ന കൃപ ലഭിക്കപ്പെടുന്നതിനു വേണ്ടി ചികിത്സകൾ ഫലദായമായി തീരുന്നതിനു വേണ്ടി
കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ജോലിക്ക് പഠനത്തിന് വേണ്ടി ഞങ്ങളുടെ ഭവനങ്ങളിൽ വിദൂരത്തിലായിരുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി വളരെ പ്രത്യേകമായി ഞങ്ങളുടെ പേര് ഓരോരുത്തർക്കും വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ജോലി മേഖലയും പഠന മേഖലയും പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന സകലർക്കും വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കാരണം വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളുടെ വേണ്ടി ഇടവക ജനത്തിനു വേണ്ടി വിവിധ സാഹചര്യങ്ങൾ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും വേണ്ടി വളരെ പ്രത്യേകമായ സാമ്പത്തികമായി തൊഴിൽപരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കുർബാനകളോട് താമസിച്ച് അതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. വിജയങ്ങൾക്കുള്ള പ്രതിക പാപപ്രബോധനത്തിനും മനുഷ്യരുടെ വ്യത്യാസം അതിനെ പ്രതിപ്രജകളോട് വന്നിച്ച് സ്വർഗരായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ കാലത്തിനൊത്ത പിതാവ് ഞങ്ങളോട് ദയതോന്നണമേ. അങ്ങയുടെ കാര്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ ഓരോരുത്തരും തീർത്തും അയോഗ്യരാകുന്നു. ഞങ്ങൾ സുദീർഘവും പരിശുദ്ധവും ദേവനായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകമായ അപ്പം സ്വർഗനിലയം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് വർഷിക്കുന്നവർ മരിക്കുകയില്ല. പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം സേവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുക ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും വേണ്ടുക പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നാം എല്ലാവരും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ സമീപിക്കാം. അനുദാനത്തോടെ അപരാധം പിന്തിരിഞ്ഞു പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലം സഹോദരരെ ക്ഷമിച്ചു നമുക്ക് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. കർത്താവേ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ആത്മാക്കളെ രക്ഷിക്കുക.
കാരണമാകട്ടെ. ജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദേവദാസമേ മഹോദയമായ ശിഖരാത്തിലെ വിശുദ്ധങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സന്തോഷവും വളർത്തണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിന്റെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും നൽകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാവിന് വേണ്ടി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധാചരണത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ നേരപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് വചനമരുളുകയും ചെയ്തു. അവരുടെ കൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയും ഞങ്ങൾ പങ്കുചേരുകയും ഭക്തിയാദരപൂർവ്വം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവനീർത്ഥാവേശം സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സുവിശേഷത്തെ ചൂടുപിടിച്ചു നമ്മളുടെ പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷത്തിന്റെ ശരീരത്തിൽ നാം സ്വീകരിക്കാം. മിശിഹായുടെ ശരീരങ്ങളെ പ്രതിക്കും പാപം കാണുന്ന കാരണമാകട്ടെ. ദൈവമേ ദൈവമേ കൈകളിൽ നാവിടുന്നില്ല ആരാധന മാത്രമേ പാടാറുള്ളൂ നന്ദി മാത്രമേ എന്നും പറയാറുള്ളൂ ആരാധന മാത്രമേ പാടാറുള്ളൂ നന്ദി മാത്രമേ എന്നും പറയാറുള്ളൂ ദൈവമേ അരുകിലാ ജീവദായകവും ദൈവികമായ സംസമയിച്ച് ദൈവങ്ങളായ ഗ്രഹപങ്കലാക്കും ഇവിടെ ദാതാവാചരണ സദൈവം സമർപ്പിക്കാം. പൗർണമികമായ ദാനത്തെക്കുറിച്ച് സ്തുതി. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും അർപ്പിക്കാൻ എല്ലാ നാളുകളിലും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ദൈവനായ ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാൻ നാമത്തെ ശ്രദ്ധിക്കുവാനും അങ്ങയുടെ ദാനമായ ദൈവരക്ഷകൾ പങ്കുകൊള്ളുവാനും ദൈവമേ
സൃഷ്ടാവും ദൈവവും രാജാവും രക്ഷകനും ദൈവനാഥവുമായ മിശിഹ കൃപാപ്രദമേ യോഗ്യനാക്കിയ വിചാരങ്ങളും വചനങ്ങളും പ്രവർത്തിക്കുമ്പോഴും തന്നെ പ്രസാദിക്കാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ചാരന്റെ കാരണത്തിനകത്താം ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്ക് പാപങ്ങളുടെ ബോധത്തിനും മരിച്ചവരുടെ പ്രവൃത്തിയാശ്രയം നിന്റെ ശ്രദ്ധകൾ പ്രചരമായത് വർദ്ധിച്ച് എല്ലാവരും വന്നിച്ച് സ്വർഗരായ തഥാവുമായ ജീവിതത്തിന് കാരണമാകട്ടെ. സ്വരത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കുരിശടയാളം വഴി